ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇത് വീഡിയോ ഇടാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ യുറേക്ക ഫോബ്സിൻ്റെ സ്മാർട്ട് ക്ലീനറില്ലേ, അത് വെച്ച് ഞാൻ ഓൾറെഡി എൻ്റെ വീട് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് ഇന്നലെ വീഡിയോയിൽ കാണിച്ചതുപോലെ അത് ഞാൻ ഡസ്റ്റ്ബിന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഡസ്റ്റ്ബിൻ ക്ലീൻ ചെയ്തു. ഇനി ഞാനിന്ന് മോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ മോപ്പ് ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്കിത് ഓപ്പൺ എന്നൊരു ഭാഗമില്ലേ, അത് ഓപ്പൺ ചെയ്ത് വെള്ളം നിറയ്ക്കണം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ഒഴിക്കാൻ പാടില്ല. ലൈസോൾ, ഫ്ലോർ ക്ലീനർ ഒന്നും ഒഴിക്കാൻ ഇതിൻ്റെ അകത്ത് പാടില്ല. വെറും വെള്ളം മാത്രമേ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് അടച്ചു വെക്കണം. എന്നിട്ട് ഇതാണ് അതിൻ്റെ പാഡ്. ഓൾറെഡി നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അല്ലാതെ ഒരു മോപ്പ് പാഡും കൂടെ എക്സ്ട്രാ നമുക്ക് കവറിൽ വരും. അപ്പം ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ച് വച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലോർ ക്ലീനർ ഒഴിക്കരുത്. ഞാനപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മഗ്ഗിൽ ഇച്ചിരി ഫ്ലോർ ക്ലീനർ ഒഴിച്ച് അതിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം വീട്ടിലും തുടയ്ക്കുന്ന സ്ഥലത്ത് ഒന്ന് ഇത്തിരി വെള്ളം ഇങ്ങനെ വിതറിയിട്ടിരിക്കും. എന്നിട്ട് ഇത് മോപ്പ് ചെയ്യാൻ വിടും. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പം ഞാനിത് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പം മോപ്പിൻ്റെ നമുക്ക് ആദ്യം ഡസ്റ്റ്ബിൻ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഡസ്റ്റ്ബിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ആ മെഷീനിൽ അറ്റാച്ച് ചെയ്യാം. The 2-in-1 dustbin with water tank has been installed. Charging. Please clean up the dustbin. The 2-in-1 dustbin with water tank has been അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മോപ്പിംഗ് പാഡിലെ അതിൽ അറ്റാച്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. നമുക്ക് ഇതൊക്കെ ഊരി വൃത്തിയാക്കണം ഇടയ്ക്കിടയ്ക്ക്. ഞാനിപ്പോൾ വൃത്തിയാക്കുന്നില്ല, പിന്നെ ഒരു ദിവസം വൃത്തിയാക്കാം. ഇതൊരു ബ്രഷ് ഉണ്ട് ഇതിൽ, ഇതും നമുക്ക് എക്സ്ട്രാ കവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു 2 ഹോൾസ് പോലെ ഇരിക്കുന്നത്. അപ്പം ഇത് ഈ സാധനമില്ലേ, ഇത് അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് അറ്റാച്ച് ചെയ്യണം. അതായത് ഈ സാധനം ഈ സൈഡ് വരണം. അപ്പം നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇത് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. കണ്ടോ ഗൈസ്, ഇത് ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊബൈലിൻ്റെ ആപ്പ് വഴി മോപ്പ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം.